ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ വീണ്ടും തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്, ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. അതൊരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കേണ്ട ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മൾ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോട് ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനൊക്കെ ഉറ കളിക്കുന്നുണ്ട്. ആ പ്രവണത ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാനറുകൾക്ക് ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ ഈ ഇപ്പം ആളുകൾ അപ്പോൾ ഇറങ്ങുമ്പോഴേ സിനിമയെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഹിസ്റ്ററിയും പ്രൊഫൈലും ഒക്കെ അറിയാം. അപ്പോൾ ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാനർ വാല്യൂ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു ബാനർ വന്നാലും വരില്ല. ഇപ്പോൾ ഒരു വലിയ സംവിധായകനും അതുപോലത്തെ നടീകന്മാരൊക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരുള്ളൂ. പക്ഷെ ബാനറിനകത്ത് ചിലപ്പോൾ ഈ നടീകന്മാരില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണാൻ പോകും. അങ്ങനെയുണ്ട്. എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഞാനോ? സന്തോഷം, എനിക്ക് ഞാൻ പേടിച്ചാ വന്നു. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചെയ്തതെന്നറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ള. ഇപ്പോൾ എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്. അതിനൊന്നും പഠിക്കണ്ട. നമുക്ക് ഈ സിനിമയെ സീരിയസ് നമുക്ക് സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നൻപകൽ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം, ഇപ്പോൾ ടർബോയിലോട്ട് വരുമ്പോൾ ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി വ്യക്തിപരമായി അത് ഉണ്ടോ? ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് മറന്നു പോരുന്നത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ പുട്ടുറുമീസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ ഇതിനുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയമെടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല. എന്തേ സിനിമയിൽ എനിക്കകത്തുനിന്ന് സിനിമ കൊടുത്താലും അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി.